കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷ് നിധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. നിധിക്ക് വേണ്ടി പ്രത്യേകമായി സുധീഷ് വാങ്ങിച്ചിരിക്കുന്നത് നൈറ്റി ആയിരിക്കും. നിധിക്ക് ഇതുവരെ താൻ വിചാരിച്ചതുപോലെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലല്ലോ എന്ന സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവരികയായിരിക്കും. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നിധിയുടെ മുറിയിലേക്ക് ചെന്നുകൊണ്ട് തന്നെ സുധീഷ് പറയുന്നുണ്ട്, ഇതാ നിധി, നിനക്കായിട്ട് ഞാനിത് വാങ്ങിച്ചതാണെന്ന് പറയും. ആ പൊതി അങ്ങോട്ടേക്ക് കയ്യിലേക്ക് കൊടുക്കാണ്. അപ്പോഴേക്കും നിധി ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്, അതിനകത്ത് എന്താണെന്ന്. നീ അതൊന്ന് തുറന്നു നോക്ക് എന്ന് സുധീഷ് പറഞ്ഞതും നിധി അത് തുറന്നു നോക്കി. എന്നിട്ട് നൈറ്റിയോ? അതെ, നൈറ്റിയാണെന്ന് സുധീഷ് വിടർന്ന ചിരിയോട് തന്നെ മറുപടി കൊടുത്തു. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്ക് ഒരുമാതിരി അവനെ ദേഷ്യപ്പെട്ടു നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ നൈറ്റി ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. അത് കേട്ടതും സുധീഷ് ശരിക്കും അങ്ങ് അമ്പരന്നു പോയി. കാരണം സുധീഷ് ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്ന ഒരു മറുപടിയായിരുന്നില്ല അത്. അതോടെ സുധീഷ് പെട്ടെന്നൊന്ന് പതറി. അല്ല, ഇത് ഞാൻ നിധിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് പറയും. നീ ഇത് രാത്രി ഇടാറില്ലേ, നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടു വന്നതാണെന്ന്. അപ്പോഴേക്കും നിധി അത് ഒന്നുകൂടെ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ ഈ നൈറ്റി ഒന്നും വീട്ടിലിടാറില്ല. സുധീഷിന്റെ വിചാരം നിധി വീട്ടിൽ സാധാരണ നൈറ്റിയൊക്കെ ഇടുന്ന ആളാണെന്നാണ്. അപ്പോഴേക്കും സുധീഷിന് ഭയങ്കര ടെൻഷനായി. സുധീഷ് പറഞ്ഞു, അല്ല, ഞാൻ കരുതിയത് നീ വീട്ടിൽ നൈറ്റിയൊക്കെ ഇടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോഴേക്കും നിധി തറപ്പിച്ചു പറഞ്ഞു, ഞാൻ ഇതുവരെ നൈറ്റിയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന്. അങ്ങനെ നിധി അത് അവിടെ വെച്ചു. സുധീഷിന് അന്നേരം ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിച്ചോണ്ട് വന്നതല്ലേ, ഇനിയിപ്പോ എങ്ങനെയാണ് അത് തിരികെ കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്തായാലും ആ ചമ്മലൊന്നും തന്നെ മുഖത്ത് പ്രകടിപ്പിക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടി സുധീഷ് അവിടെ നിന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് വീണ്ടും നിധിക്ക് വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ പുതിയ ഡ്രസ്സുമായി വന്നു കഴിഞ്ഞപ്പോൾ നിധിയാണെങ്കിൽ കാര്യമായിട്ട് എന്തോ പുസ്തകമൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് തന്നെ സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെന്നു. ഇതിപ്പോൾ എന്താ ഈ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ, അല്ല, നാളെ തനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എടുക്കുകയാണെന്ന് നിധി ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഭാസ്കരൻ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഭാസ്കരൻ കുളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ സുഭാഷ് ഇടയിൽ കയറി പറഞ്ഞു, അതെ അച്ഛ, കുളിക്കാൻ പോകുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡ്രസ്സൊക്കെ പഴയതുപോലെ അവിടെ മുഴുവൻ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കരുത്. നല്ല വൃത്തിയിലൊക്കെ വേണം ഇറങ്ങാനായിട്ട്. മുൻപത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ ഈ വീട്ടിലൊരു പെണ്ണും കൂടി ഉള്ളതാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഭാസ്കരനെ ഉപദേശിക്കാണ് സുധീഷ്. പിന്നീട് കാര്യങ്ങളൊക്കെ കുറച്ച് വഷളാവുന്ന ഒരു രംഗമാണ്ടോ കാണിക്കുന്നത്. അങ്ങനെ നിധി പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിലങ്ങ് കയറി പോവുകയാണ്. സുധീഷ് വിചാരിക്കുന്നത് അവൾ നേരെ അവളുടെ വീട്ടിലേക്കെങ്ങാനും പോയതായിരിക്കുമെന്നാണ്. അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിധി അവിടെ തിരിച്ചെത്തിയിട്ടില്ല. നിധിയെ കാണാതെ വന്നപ്പോഴേക്കും വീട്ടിലെ എല്ലാവർക്കും ആകെ ടെൻഷനായി. എല്ലാവരും അതിന്റെ പേരിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സുഭാഷും സുധീഷും നികേഷും ഹരീഷും എല്ലാവരും ഒക്കെ ആകെ തർക്കമായി. ഹരീഷും നികേഷും എല്ലാവരും സുധീഷിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എടാ, നീ ഒരൊറ്റ ഒരുത്തം കാരണമാടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും നിനക്കിതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ എല്ലാവരും കുറ്റപ്പെടുത്താണ്. ഒടുവിൽ നിധിയെ അന്വേഷിച്ചുകൊണ്ട് തന്നെ സുധീഷ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. കുറേയധികം ദൂരം പോയി കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ സുധീഷ് അവളെ തിരികെ വീട്ടിലേക്ക് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ വിളിച്ചോണ്ട് വരുന്നത്. നിധിക്കാണെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു. ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിധിക്ക് ജോലി നേടിക്കൊടുക്കാം, ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ശരിക്കും പറ്റിച്ചതായിരിക്കും. തന്നോടിങ്ങനെ അടുത്തിടപഴകി ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞതിൽ നിധിക്ക് വല്ലാത്ത വിഷമമായിരിക്കും. പക്ഷേ ഹരീഷിന് അതങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹരീഷും സുധീഷും തമ്മിൽ ആ ഒരു പേരും പറഞ്ഞ് ഭയങ്കര വഴക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അടി വെക്കുന്ന സമയത്താണ് സുധീഷ് പെട്ടെന്ന് ഹരീഷും സുധീഷും തമ്മിലുള്ള ആ ഒരു വാക്കേറ്റം പിന്നെ ശരിക്കും കൈവിട്ടു പോകുന്ന അവസ്ഥയിലായിരുന്നു. ഹരീഷ് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു, എടാ, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? അവൾ അവിടെ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോയിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഇത് കേട്ടതും സുധീഷിന് നിയന്ത്രണം വിട്ട് ആക്രോശിച്ചു. നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും വരണ്ട ഹരീഷേ, അത് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണെന്ന് പറയും. എന്നാൽ ഹരീഷ് വിട്ടുകൊടുത്തില്ല. നീ കാരണമാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ സ്വഭാവം മാറ്റാത്തിടത്തോളം കാലം ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് അവൻ ആഞ്ഞു പറഞ്ഞു. ഇത് സുധീഷിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. താൻ പറയുന്നതൊന്നും കേൾക്കാതെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഹരീഷിനെ നോക്കി സുധീഷ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ പഠിപ്പിക്കാനൊന്നും നോക്കണ്ടടാ. ആ ദേഷ്യത്തിൽ തന്നെ സുധീഷ് ഹരീഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കൈയോങ്ങി ആഞ്ഞ് ഒരൊറ്റ തല്ലങ്ങ് കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും ഹരീഷ് അവിടെ നിന്നും മാറിയിരുന്നു. പക്ഷേ ആ അടി വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ഹരീഷ് അവിടെ നിന്നും ഒഴിഞ്ഞു മാറി. നിർഭാഗ്യവശാൽ ആ ആഞ്ഞുള്ള അടി നേരെ ചെന്ന് കൊണ്ടത് അവിടെ തടയാൻ വന്ന സുഭാഷിന്റെ കർണത്തേക്കാണ്.
പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിശബ്ദത പടർന്നു. സുഭാഷ് തന്റെ കർണത്ത് കൈവച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ സുധീഷ് ആകെ തളർന്നുപോയി. ഹരീഷിനെ അടിക്കാൻ നോക്കിയത് നേരെ കൊണ്ടത് സുഭാഷിനാണെന്ന് കണ്ടപ്പോൾ നികേഷിന് അത് സഹിക്കാൻ പോലും ആയില്ല. അവനും വീണ്ടും സുധീഷിനെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ ചോദിച്ചു, നിനക്കെന്താടാ ഭ്രാന്തായോ? സുഭാഷേട്ടനെ നീ എന്തിനാടാ അടിച്ചത്? നിധിക്കും ഇത് കണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സുഭാഷിന്റെ കർണത്ത് ആ ഒരു അടി കണ്ടതോടുകൂടി തന്നെ ബഹളമായിരുന്ന ആ ഒരു വീട് പെട്ടെന്ന് ഒരു സെമിത്തേരി പോലെ നിശബ്ദമായി. സുഭാഷ് പിന്നീട് ഒന്നും മിണ്ടാതെ തന്റെ കവിളിൽ കൈ വെച്ചുകൊണ്ട് തന്നെ കണ്ണും തള്ളി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. സുധീഷിന്റെ കൈകൾ അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. അടി വീണ് ആ നിമിഷം എല്ലാവരും ശരിക്കും തരിച്ചുപോയി. നികേഷ് ആകെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ സുധീഷിനെ നേരെ പാഞ്ഞെടുത്തു. എടാ, നിന്നോട് ആരാടാ സുഭാഷ് ഏട്ടനെ തല്ലാൻ പറഞ്ഞത്? എടാ, നീ എന്റെ ഏട്ടന്റെ മേലാണോ കൈ വെച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നികേഷ് അവന്റെ ഷർട്ടിലങ്ങ് പിടിച്ചു. ഹരീഷ് അപ്പോഴും ദേഷ്യം കൊണ്ട് വിറച്ച് സുധീഷിനെ നോക്കി നിൽക്കാണ്. സുധീഷ് വിക്കി വിക്കി എന്തോ പറയാൻ ശ്രമിച്ചു. അത് പിന്നെ ഞാൻ ഹരീഷിനെ അടിക്കാൻ വന്നപ്പോഴേക്കും അത് സുഭാഷ് ഏട്ടന് മാറി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ വാക്കങ്ങനെ പൂർത്തിയാക്കാനൊന്നും നികേഷ് സമ്മതിച്ചില്ല. മാറിക്കൊണ്ടതാണെങ്കിലും നേരെ കൊണ്ടതാണെങ്കിലും നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണടാ, നികേഷ് ആക്രോശിച്ചു. എന്നാൽ ഇത് കണ്ട് നിധി ആകെ തകർന്നു പോയിരുന്നു. അവളുടെ കരച്ചിൽ ആ മുറിയിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്റെ പേരിൽ എന്തിനാ നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂട്ടിമുട്ടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നിധി പൊട്ടിക്കരഞ്ഞ് നേരെ മുറിയിലേക്ക് ഓടി. ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭാസ്കരൻ ഒന്നും മിണ്ടാതെ സുഭാഷിനെ പിടിച്ച് നേരെ പതുക്കെ കസേരയിലേക്ക് ഇരുത്തി. സുധീഷ് തന്റെ അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലുമുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ ഒന്നും മിണ്ടാതെ അവിടെ തലകുനിച്ച് നിന്നു. ഹരീഷ് അപ്പോഴേക്കും വിടാൻ ഭാവമില്ലായിരുന്നു. കണ്ടല്ലോ ഇവന്റെ അഹങ്കാരം. ഇവന്റെ ഈ ഒരു അഹങ്കാരം കാരണം ഏട്ടന്റെ മേല് പോലും ഇപ്പോ അവന്റെ കൈ പൊങ്ങിയിരിക്കുന്നു. ഇനിയും ഇവൻ ഈ വീട്ടിലിങ്ങനെ തുടർന്നു നിന്നാൽ ശരിയാവില്ല എന്ന് ഹരീഷ് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ആ വീട്ടിൽ ആരും തന്നെ ആഹാരം പോലും കഴിച്ചില്ല. എല്ലാവരുടെയും ഉള്ളിൽ സുധീഷിനോടുള്ള ദേഷ്യവും നിധിയോടുള്ള സങ്കടവും ഇരമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിധിയാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ നേരെ മുറിയിലേക്ക് ഓടി കട്ടിലിൽ അങ്ങനെ മുഖമുയർത്തി കരയുന്നുണ്ടായിരുന്നു. നിധിയുടെ പിന്നാലെ വാതിൽ തുറന്നുകൊണ്ട് തന്നെ സുധീഷ് അങ്ങോട്ടേക്ക് ചെന്നു. അവന്റെ ഉള്ളാകെ നീറുന്നുണ്ടായിരുന്നു. ചെയ്തത് വലിയൊരു അബദ്ധമായി പോയി എന്ന കുറ്റബോധം അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. നിധിക്കരികിലേക്ക് ചെന്നുകൊണ്ട് തന്നെ അവളുടെ തോളിലേക്ക് തൊടാൻ സുധീഷ് ആഞ്ഞുവെങ്കിൽ പെട്ടെന്ന് തന്നെ അവൾ ആ കയ്യങ്ങ് തട്ടിമാറ്റി എഴുന്നേറ്റു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ ഏട്ടനെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്? അവൻ വെക്കി വെക്കി മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അവനെ നോക്കി. പിന്നെ നിങ്ങൾ ആരടിക്കാനാണ് കയ്യോങ്ങിയത്? ഹരീഷിനെയോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം? ഇതെല്ലാം എന്റെ പേരിലല്ലേ ഈ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നമുണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ വിതുമ്പി. സുധീഷ് സങ്കടത്തോടെ അവളെ നോക്കി പറഞ്ഞു, എടോ, നിന്നെ കാണാതായത് കൊണ്ട് തന്നെ എനിക്ക് അത്രമാത്രം പേടിയായിരുന്നു. നിന്നെ കാണാതായപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അതാ ഞാൻ ഹരീഷിനോട് ഓരോന്നും പറഞ്ഞ് വഴക്കിട്ടത്. അങ്ങനെ എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും നിധി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നെ പേടിയാണെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണം. നിങ്ങൾ എന്നോട് അത്രമാത്രം കള്ളത്തരങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ. ആ നൈറ്റിയുടെ കാര്യം മുതൽ എല്ലാം എന്നെ ഒരു വാക്ക് വിശ്വസിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നോ? ഇന്ന് നിങ്ങളുടെ കൈ സുഭാഷേട്ടന്റെ കർണത്ത് വീണപ്പോഴുണ്ടായിരുന്ന ആ ഒരു സങ്കടം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിധിയുടെ സങ്കടം കാണുന്ന സമയത്തിന് സുധീഷ് അവളെ ചേർത്ത് പിടിക്കാൻ നോക്കുന്ന സമയത്തിന് നിധി അത് തട്ടിമാറ്റാണ്. നിധി വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അടിച്ചത് സുഭാഷേട്ടനാണ്. ഇതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അന്നേരം സുധീഷ് പറഞ്ഞിട്ട്, ഇല്ല നിധി, പറ്റിപ്പോയതാണ്, ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല എന്ന് പറയുന്ന സമയത്തിന് സുധീഷിനെ മൈൻഡ് പോലും ചെയ്യാതെ നിധി അവിടെ നിന്നങ്ങ് പോവാണ്. കാരണം നിധിക്കത് ക്ഷമിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ സുധീഷിന്റെ മനസ്സ് വല്ലാത്തൊരു ഭാരത്തിലായിരുന്നു. രാത്രി മുഴുവൻ അവൻ ഉറങ്ങിയിട്ടില്ല. സുഭാഷേട്ടന്റെ മുഖം തടിച്ച ആ ഒരു നിമിഷം ഓരോ വട്ടം ഓർക്കുമ്പോഴും അവന്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു. പതുക്കെ മുറിയിൽ നിന്നും ഇറങ്ങി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ഭാസ്കരൻ അവിടെ കസേരയിലുണ്ടായിരുന്നു. സുഭാഷ് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സുധീഷ് മടിച്ചുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് ചെന്നത്. അവനെ കണ്ടതോടുകൂടി തന്നെ സുഭാഷ് മുഖം തിരിച്ചു. സുധീഷ് പതുക്കെ സുഭാഷ് ഏട്ടന്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഹരീഷിനെ ഒന്ന് തടയാൻ നോക്കിയപ്പോഴേക്കും കൈ മാറിക്കൊണ്ടതാണെന്ന് പറയും. അന്നേരം അതൊന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ സുഭാഷ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, ആ അടി വീണത് എന്റെ കാരണത്തല്ലേ. നിന്റെ ഉള്ളിലെ ദേഷ്യം നീ കുറച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. സുഭാഷ് ഏട്ടന്റെ വാക്ക് കേട്ടപ്പോൾ സുധീഷിന്റെ കണ്ണ് നിറഞ്ഞു. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല, സുധീഷ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഹരീഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ പുച്ഛത്തോട് നോക്കി പറഞ്ഞു, മാപ്പ് പറഞ്ഞതുകൊണ്ടൊന്നും ഇതൊന്നും തീരുമെന്ന് നീ കരുതണ്ട സുധീഷേ.
നീ ഉണ്ടാക്കിയതിന്റെ ആഘാതം അത്രമാത്രം വലുതാണെന്ന് ഹരീഷ് കടുപ്പിച്ചു പറഞ്ഞു. അന്നേരം ഭാസ്കരൻ ഇടപെട്ടു. മതി ഹരീഷേ, അവന്റെ തെറ്റ് മനസ്സിലാക്കിയല്ലോ. ഇനി ഇതിന്റെ പേരിൽ ആരും തമ്മിൽ തല്ലണ്ട. എല്ലാവരും അവിടെ നിന്ന് നിശബ്ദരായെങ്കിലും വീടിനുള്ളിൽ ആ മഞ്ഞുരുകാൻ ഇനിയും സമയമെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നിധി ദൂരെ നിന്ന് ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ഉള്ളിലും ചെറിയൊരു ആശ്വാസം പടർന്നു. പിന്നീട് അങ്ങനെ നിധി വീണ്ടും ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതോടുകൂടി തന്നെ നിധിക്ക് ആ ഒരു ജോലി കിട്ടിയിരിക്കുന്നു. നിധിക്ക് ജോലി കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. പക്ഷേ ഹരീഷിന് മാത്രം അതത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അവൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ ഉമ്മറത്തേക്ക് വന്നിരിക്കുകയായിരുന്നു. സുധീഷ് അങ്ങോട്ടേക്ക് ചെന്ന് വലിയ ആവേശത്തോടെ പറഞ്ഞു, ഹരീഷെ, നിധി ആ ഇന്റർവ്യൂവിൽ നല്ലോണം പെർഫോം ചെയ്തു എന്നാ പറഞ്ഞത്. അവൾക്ക് ആ ജോലി കിട്ടിയാൽ നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ മാറില്ലേ എന്ന് പറയും. അന്നേരം ഹരീഷ് ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. ജോലി കിട്ടിയാൽ മാറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം സുധീഷേ. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, ഏട്ടത്തി പുറത്തു പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കിട്ടുന്ന ആ ഒരു ശ്രദ്ധ കുറയും. അവർക്ക് ഒരു വരുമാനമായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ വാക്കിന് ഇവിടെ ഒരു വിലയും ഉണ്ടാവില്ല എന്ന് കണ്ടറിയണം. അല്ലെങ്കിൽ പിന്നെ നീയും അതുപോലൊരു ജോലിക്ക് പോവാൻ നോക്കുക എന്നൊക്കെ പറയും. ഹരീഷിന്റെ ആ വാക്കുകൾ സുധീഷിന്റെ ഉള്ളിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായെങ്കിലും അവൻ അത് പുറത്തൊന്നും കാണിച്ചില്ല. അതുമല്ല, നിധിക്ക് ഒരു ജോലി കിട്ടുന്നത് ഈ കുടുംബത്തിന് നല്ലതല്ലേ എന്ന് സുധീഷ് മറുപടിയും നൽകി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ആ ഒരു സന്തോഷ വാർത്ത വന്നെത്തുന്നു. നിധിക്ക് ആ ഒരു ജോലി ലഭിച്ചിരിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യണം. വീട്ടിൽ വലിയൊരു ആഘോഷം തന്നെ നടന്നു. ഭാസ്കരൻ അന്നത്തെ ദിവസം വലിയൊരു മധുരപ്പൊതിയുമായിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. സുഭാഷ് സന്തോഷത്തോടെ നിധിയെ അനുഗ്രഹിച്ചു. മോളെ, ഈ വീടിന്റെ ഐശ്വര്യം ഇനി നിന്റെ കൈകളിലാണ്. നീ നന്നായി തന്നെ വരും. നിറ കണ്ണുകളോടെ തന്നെ സുഭാഷിനെ നോക്കി പുഞ്ചിരിക്കാണ് നിധി. ജോലിക്ക് പോകുന്ന ആദ്യ ദിവസം തന്നെ സുധീഷ് തന്നെയായിരുന്നു നിധിയെ ഓഫീസിലേക്ക് കൊണ്ടുപോയി വിട്ടത്. ഓഫീസിലെ പുതിയ അന്തരീക്ഷം നിധിക്ക് വല്ലാത്തൊരു ഉന്മേഷം നൽകി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ എല്ലാവർക്കുമായി ചെറിയ സമ്മാനങ്ങൾ വാങ്ങിയിരുന്നു. നികേഷിന് ഒരു പേനയും ഹരീഷിന് ഒരു ഷർട്ടും അച്ഛന് പുതിയൊരു മുണ്ടുമായിരുന്നു അവൾ കരുതിയിരുന്നത്. ഹരീഷ് അത് വാങ്ങാൻ മടിച്ചുവെങ്കിലും ഭാസ്കരൻ നിർബന്ധിച്ചപ്പോൾ അവൻ അത് സ്വീകരിച്ചു. കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നിധി ജോലിയുമായിട്ട് പിന്നീട് തിരക്കിലായിരുന്നു. ഇതിനിടയിൽ തന്നെ സുധീഷിന് ചെറിയൊരു അരക്ഷിതാവസ്ഥ തോന്നി തുടങ്ങി. നിധി ഇപ്പോൾ പഴയതുപോലെയല്ല. സുധീഷിനോട് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. വൈകി വീട്ടിലേക്ക് എത്തുന്ന അവൾ മിക്കപ്പോഴും ക്ഷീണിതയായിരിക്കും. ഹരീഷ് ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ സുധീഷെ, അന്ന് തന്നെ നിന്നോട് ഞാൻ ഉപദേശിച്ചതായിരുന്നില്ലേ, നിധിയേട്ടത്തിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്നും പഴയതുപോലെ ആവശ്യമുണ്ടാവില്ല എന്ന്. കൈ നിറയെ പണം വരുമ്പോൾ ആർക്കും അഹങ്കാരം വരും. ഒരു ദിവസം നിധി അങ്ങനെ ഓഫീസിൽ നിന്നും വരാൻ വൈകി. ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. നിധിയെ കാണാത്തത് കൊണ്ട് തന്നെ സുധീഷ് ആകെ ടെൻഷനായിക്കൊണ്ട് തന്നെ ഉമ്മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുകയായിരുന്നു. അന്ന് രാത്രി ഏകദേശം 8 മണിയോട് കൂടിയാണ് നിധി കാറിൽ വന്നും ഇറങ്ങുന്നത്. അവളുടെ ഒരു സഹപ്രവർത്തകനും കൂടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സുധീഷിന്റെ ഉള്ളിൽ തീ ആളിക്കത്തി. നിധി അകത്തേക്ക് വന്നതോടുകൂടി തന്നെ സുധീഷ് ദേഷ്യപ്പെട്ട് അവളോട് ഒച്ച വെച്ചു. നിധി, നിന്റെ കൂടെ ആരായിരുന്നു കാറിൽ? ഇത്ര നേരം നീ എന്താ വൈകിയത്? ഫോൺ വിളിച്ചിട്ടെന്താ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്? ഫോൺ എന്താ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുധീഷ് ദേഷ്യപ്പെടും. എന്നാൽ നിധി ശാന്തമായി പറഞ്ഞു, സുധീഷ് ഏട്ടാ, ഓഫീസിൽ നിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഫോണിന്റെ ചാർജ് തീർന്നു പോയി. കൂടെ വന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്നത് രവിസാറാണ്. ഇത്ര നേരം വൈകിയത് കൊണ്ട് തന്നെ അദ്ദേഹം എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതാണ് എന്നൊക്കെ പറയും. പക്ഷേ സുധീഷ് അത് വിശ്വസിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അവരുടെ ഇടയിൽ വീണ്ടും ഒരു തർക്കം ഉടലെടുത്തു. ഹരീഷ് ഇതെല്ലാം തന്നെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സുഭാഷ് ഇടപെട്ടു. സുധീഷെ, നീ എന്തിനാ അവളെ ഇങ്ങനെ സംശയിക്കുന്നത്? അവൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. നീ അവളെ അതൊന്ന് വിശ്വസിക്കാൻ പഠിക്ക്. സുഭാഷ് ഏട്ടന്റെ ഈ വാക്ക് സുധീഷിനെ ചിന്തിപ്പിച്ചു. അവൻ നിധിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞു. ക്ഷമിക്കുന്നതി, എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്ന് പേടിയാണ്. നിധി അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സുധീഷ് ഏട്ടാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്തതാണ് ഈ ജോലി. ഈ ജോലിയാണ് ഇപ്പം എൻ്റെ ലോകം. ഈ ജോലി എനിക്ക് നൽകുന്നത് പുതിയൊരു തിരിച്ചറിവാണ്. പക്ഷേ എൻ്റെ ലോകം എന്നും ഈ വീടും എൻ്റെ ജോലിയും നിങ്ങളും തന്നെയാണ് എന്നൊക്കെ പറയും. അങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പതുക്കെ പരിഹരിക്കപ്പെട്ടു. നിധിയുടെ ജോലിയും സുധീഷിന്റെ സ്നേഹവും സുഭാഷിന്റെ തണലും ആ വീടിന്റെ വീണ്ടും സന്തോഷമുള്ള ഒരിടമാക്കി മാറ്റി. ഹരീഷിന്റെ കുത്തിത്തിരിപ്പുകളും പതുക്കെ അവസാനിച്ചു. എല്ലാവരും ഒത്തൊരുമയോടുകൂടെ തന്നെ ആ വീട്ടിൽ സന്തോഷത്തോടെ കയറാൻ തുടങ്ങി. പക്ഷേ ആ സന്തോഷവും അധിക കാണൊന്നും നീണ്ടു നിന്നില്ല. നിധിയെ ആ വീട്ടിൽ നിന്നും അടർത്തി മാറ്റാനും നിധിയെ സ്വന്തമാക്കണം എന്ന രൂപേണ തന്നെ സൂര്യയുടെ വീട്ടുകാരുമായിട്ട് സുധീഷിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പിന്നീട് അങ്ങനെ അവിടെ നടക്കാൻ പോകുന്നത് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.